ഇന്ന് നമ്മൾ നേരെ വാഷിംഗ് മെഷീൻ്റെ ബാക്കി ട്രിപ്പുമായിട്ട് പോവാട്ടോ. നമുക്ക് മറ്റേ ഇങ്ങോട്ടാണ് ബ്രിക്സ്ലെറ്റ് എന്ന് പറയുന്ന ഇടത്തോട്ടാണ് ഇട്ടേക്കുക. അപ്പോൾ ഏതാണ്ട് 3 മണിക്കൂർ എടുക്കും അവിടം വരെ ചെല്ലാനായിട്ട്. അവിടെ ഒരു ക്ലൗഡ് നിൽക്കുന്നുണ്ട്, കുഞ്ഞി ക്ലൗഡ്. ആ വില്ലേജിൻ്റെ മുകളിൽ ക്ലൗഡല്ല, മഞ്ഞിൻ്റെ മറ്റേ ചെറിയതുണ്ടല്ലോ അത്. ഹെവൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇതൊരു ഹെവനാന്ന്. കണ്ട കറക്റ്റ് അല്ലേ പറഞ്ഞേ? എന്താല്ലേ ഭംഗി. അവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെ പീസ്ഫുള്ളായിരിക്കല്ലേ ജീവിക്കുക. ഓക്കെ, ഡ്രസ്സിൽ കാണാനുണ്ട് കണ്ട. നല്ല ഡ്രസ്സല്ലേ കാണാനായിട്ട്. ഇവിടെ 60 ആട്ടോ ലിമിറ്റ്. 60-ന് മുകളിൽ പോകാൻ പാടില്ല. നമ്മൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ ഞാൻ 85-ലൊക്കെ വെച്ച് പിടിച്ച് വരും. പക്ഷേ പകൽ നമ്മളങ്ങനെ പോവില്ല. ഉൾഭയം, ലൈസൻസ് പോയാലോ എന്നുള്ള. കണ്ട, ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടി. ഇതൊരു പാലം കേട്ടോ. ഇത് ഫുള്ളൊരു പാലം. ഈ പാലത്തിനടിയിൽ കൂടെ ഒരു റോഡൂടെ പോകുന്നുണ്ട്. എന്നെ തിക്ക് ഫോർസ് അല്ല, അതിനകത്തൂടെ വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഗ്രാമപ്രദേശത്ത് ജനിച്ച് ജീവിച്ച ആളാണ്. ശരിയാണ്, നമ്മൾ കുറേ രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ തനതായ ശൈലിയിൽ നമ്മളൊരു നാട്ടിൻപുറത്തുകാരനാണ്. എനിക്കതുകൊണ്ട് ഈ കാട്, മേട്, അതുപോലെ തന്നെ മലകൾ, അതുപോലെ തന്നെ അതിൻ്റെ ചെരുവത്തുള്ള വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ളിടത്ത് ജീവിക്കാനാണ് നമുക്ക് എപ്പോഴും താല്പര്യം. ഞാൻ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത്, അതായത് ഒരു മലഞ്ചെരുവിൽ നല്ല വ്യൂ ഒക്കെ ഉണ്ട്, കുറച്ച് കൃഷി. എനിക്ക് അതൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ്. കൃഷിയൊക്കെ ചെയ്ത് നല്ല ലാവിഷായിട്ട് നല്ല രസമല്ലേ അങ്ങനെ ജീവിക്കാൻ.
നമ്മൾ തിരിച്ച് കറങ്ങി ഓസ്ട്രിയ തന്നെ വന്നിട്ടാണ്. ഇപ്പോൾ ഡീസൽ അടിക്കാനായിട്ട് പോവാണ്. ഇനി ഡീസൽ അടിക്കണം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് സാറ്റർഡേ സൺഡേ അല്ലേ വരിക. അപ്പോൾ എന്തെങ്കിലും ചിക്കൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശകലം മീറ്റ് എന്തെങ്കിലും വാങ്ങിച്ചു വെക്കണം. ആണ് കേട്ടോ. ഗ്ലൗ മസ്റ്റാണ്. %2 താഴെ ഉള്ളൂ. നമുക്ക് 65% ഉണ്ട്. അത് അടിച്ചേക്കാണ്. ഓക്കെ എന്നാൽ പോലീസ് ആംബുലൻസ്.
2 ദിവസമായിട്ട് ചോറൂണെന്ന് പറയുന്ന കാര്യം നേരെ നടന്നിട്ടില്ല. തിങ്കളാഴ്ചയാണെന്നുണ്ടെങ്കിൽ എത്രയായി? 6 മണിയായി ചോറുണ്ടപ്പോൾ. ഇപ്പോൾ ചൊവ്വാഴ്ച ഇന്നലെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം 4:30 ലോഡ് ഇറക്കിയിട്ട് വന്നപ്പോൾ 8 മണിക്കാണ് 8:30 കഴിച്ചപ്പോൾ. ഇന്നിപ്പോൾ 2:30. കാര്യം പറഞ്ഞാൽ ചോറ് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഈ പണിയിൽ പിന്നെ ഇതൊക്കെ ഉള്ളതായതുകൊണ്ട് അങ്ങ് വിട്ടേക്കുന്നു. നമുക്കിനി 21 മിനിറ്റ് കൂടെ ഉള്ളൂ കേട്ടോ ടാക്കോട്ടെ. അത് കഴിഞ്ഞാൽ വണ്ടി നിർത്തി 30 മിനിറ്റ് റെസ്റ്റ്. ഇത് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ വന്നില്ല, അപ്പുറത്തെ റോഡിൽ കൂടെ വന്നപ്പം ഇവിടെ വലിയ ട്രക്കിന് പോകാൻ സെപ്പറേറ്റ് ഒരു വഴിയുള്ള 9 നമ്പറുള്ള റൂട്ടെന്ന് തോന്നുന്നു. അതിതാട്ടോ. ഇതൊരു 6% ഇതായിട്ടുള്ള എന്നാ പറയുക ഇറക്കമായിട്ടുള്ള ഒരു റോഡാണ്. അവിടെ ഒരു ഇടി നടന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഇടിച്ചതിൻ്റെ അംഗഭംഗമൊന്നും അവിടെ കാണുന്നുമില്ല. കവർ ചെയ്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ വെച്ച്, പക്ഷെ വേറൊന്നും കാണുന്നില്ല. അവിടെ ഒരു വണ്ടി മാറി കിടപ്പുണ്ട്. ഫോർണിക്കേറ്റർ ഇട്ട് അമ്മക്കാറ് കേടായതായിരിക്കും. റോഡിന് നടുക്ക് വെച്ച് കേടായി പോയതാണ് കേട്ടോ. ഇടിയൊന്നുമല്ല, കേടായി പോയതാണ്. കാരിയർ വന്ന് പോക്ക് നോക്കി. ആളിങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് വിടുന്നത്.
എക്സിറ്റ് റോഡിൽ കൂടെയാണ് വന്ന് കയറുന്നത്. എന്നാ ചെയ്യാനാ? ചില വണ്ടിക്കാരങ്ങനെയാന്നേ, നിയമമൊക്കെ അവർക്ക് എന്ത്. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം വരുന്നതാണ് ടൈ റോഡ്. ഇത് 3-ാം നമ്പർ റോഡെന്ന് പറയും. ഈ നമ്പർ പോവാ ഫ്രാങ്ക്ഫൂട്ട് ഓൾഡ്, അതുപോലെ തന്നെ കാസൽ ഡയറക്ഷനാണ്. കാസൽ 7-ാം നമ്പറിലാണ്. അപ്പോൾ 3-ാം നമ്പറിൽ കയറി നമ്മളൊരു ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ താഴെ ഈ റോഡിൽ കൂടെ ഓടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂട്ട് മാറി കാസൽ റൂട്ടിലോട്ട് കയറും, 7-ാം നമ്പർ ഹൈവേയിലോട്ട് കയറും. 3-ാം നമ്പർ ഹൈവേക്കുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിങ് ഭയങ്കര ഷോർട്ടുള്ളൊരു ഹൈവേ ആണിത്. അതായത് നമ്മുടെ ഡോട്ടുമുണ്ട്, ഹെലിബ്രോൺ ആ സൈഡിലോട്ടൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിങ് ലേശം കുറവാണ്, ലേശം ശകലം. അതായത് ഒരു 100 കിലോമീറ്ററൊക്കെ ഓടുമ്പോഴാണ് അത്യാവശ്യം വലിയൊരു പാർക്കിങ്ങിലോട്ട് നമുക്ക് എത്താൻ സാധിക്കുക. അതാണ് ഇവിടുത്തെ എൻ്റെ ഒരു പ്രശ്നമുള്ളത്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ വഴിക്ക് ടാക്കോ ഓടുകയാണെന്നുണ്ടെങ്കിൽ, ടാക്കോ ടൈം ഇല്ലാതെ അല്ലെങ്കിൽ പാർക്കിങ്ങുകൾ നോക്കാതെ ഓടിക്കഴിഞ്ഞാൽ പൊട്ടി പണ്ടാറ് തുടങ്ങുന്ന സാധനമാണ്. ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഇഷ്ടം പോലെ ജർമ്മനിയിൽ ഒരുപാട് മിലിറ്ററി കോൺവോയ്കൾ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ജർമ്മനി കയറിയപ്പോൾ പോലെ ശ്രദ്ധിക്കുന്നു, ഇഷ്ടം പോലെ മിലിറ്ററി കോൺവോയ് ഉണ്ട്. എന്താണ് സംഭവം എന്നൊരു പിടുത്തമില്ല. ഈ രസം എന്നാണെന്നറിയാം, ഞാൻ ഇന്നലെ കേട്ടോ അറിഞ്ഞത്, ഈ ഓട്ടോബാനില്ലേ, ഈ A9, A3, A7 ഒക്കെ, ഇതൊക്കെ പഴയ നാസി പട്ടാളമില്ലേ, മറ്റേ ഹിറ്റ്ലറുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. അവർ നെഗറ്റീവ് മാത്രമല്ല കേട്ടോ, പോസിറ്റീവ് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ഈ ഹൈവേ ഒക്കെ അവരുടെ കോൺട്രിബ്യൂഷനിൽ പെടുന്നതാണ്. എന്ന് വെച്ചുകൊണ്ട് മോശം അത് ഒരുപാട് അറിയാം. ഞാൻ പറയാം നല്ലത് ചെയ്തു എന്നല്ല പറഞ്ഞത്, ഈ ഹൈവേയും അവരുടെ ഗണത്തിലുള്ളതാണെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. പണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തതാണിത്. ഈ B&B ഹോട്ടൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കണ്ടത് കേട്ടോ. ഇതേപോലെ ഒരു ഹോട്ടൽ ഇറ്റലിയിലുള്ളത്. ഇതേ കണ്ടോ B&B ഹോട്ടൽസ്, വലിയ ഗ്രൂപ്പാണ്. ആയിക്കോട്ടെ മച്ചി.